ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹംദു പ്രോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ മൈൻക്രാഫ്റ്റ് ബേറ്റ എഡിഷൻ പാർട്ട് 3 ആയിട്ടാണ് ഗായ്സ് വന്നത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, നമുക്ക് വലിയ സുഖമില്ലേനു. അപ്പോൾ ഗായ്സ്, നമ്മളൊന്ന് മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാമെന്നൊന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, നമ്മൾ മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ആണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വന്നിരിക്കുന്നത് ഓരോ ഐഡിയയും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ കുറച്ച് മൈൻക്രാഫ്റ്റ് കളിച്ച് പഠിച്ചിക്കണു. ഹെന്നിൻ്റെ പിന്നെ വരുന്നത് ഫീൽഡ് കളിക്കാനിട്ട് ഫുള്ള് കൊള്ളൂല. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറച്ചൊക്കെ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് പഠിച്ചിക്കണു. നമുക്ക് കൂടുതൽ അറിയില്ലെങ്കിലും നമ്മൾ കുറച്ച് വയ്ക്കണ അങ്ങനെയൊക്കെ നമുക്ക് കളിച്ചായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അതാ സോംബിനെയും ക്രീച്ചറിനെ കൊല്ലാനൊക്കെ മോൺസ്റ്ററിനെ ഇപ്പോൾ നമ്മൾ കൊല്ലാനൊക്കെ പഠിച്ചിരിക്കണം. നമ്മളിപ്പോൾ അതാ മോൺസ്റ്ററിനെ കൊല്ലുകൊണ്ട് ബോണ് സ്പൈഡറിനെ പിന്നെ അതേപോലെ സോംബിയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലും കൊല്ലാൻ റിസ്ക് തോന്നിയത് ക്രീപ്പറിനാണ്. ക്രീപ്പർ പറഞ്ഞാൽ എടുത്തു വന്നുകൊണ്ടാണ് ഗൈസ് പൊട്ടുക. അതാണെങ്കിൽ നല്ല ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഇതല്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കത്തി, നമുക്കിതാ മറ്റേ സ്കെൽട്ടനെ കൊന്നുകൊണ്ട് ഗൈസ് നമുക്ക് ബോ കിട്ടിയിരുന്നു. ബോ നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഇതും പിന്നെ എൻ്റെ ഇത് വേണ്ട. ഇതിപ്പോൾ നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്ക് അവിടെ ഇരുന്നോട്ടെ. നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് എത്ര മതി, നമുക്ക് ഇതൊക്കെ ഒന്ന് താഴത്തേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു സാധനം കാണിച്ചു തരാൻ നല്ല പൂതിയുണ്ട്. ഇതെന്താ പറഞ്ഞാൽ നമ്മൾ പാർട്ട് 2 ലാസ്റ്റ് വെച്ചത് ഈ ഒരു ആർമർ സ്റ്റാൻഡേനു. അതിന് നമ്മളിപ്പോൾ ഈ ഒരു ഹെൽമെറ്റും ഷീൽഡും കാര്യങ്ങളൊക്കെ വെച്ചു. നമുക്കിപ്പോൾ അതാ ഈ ഒരു അയൺ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പാർട്ട് 2 നമ്മൾ മൈൻ ചെയ്ത് കണ്ടെത്തേനു. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ ലെതർ എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നും. നമ്മൾ പശുവിനെ നമുക്ക് ഇങ്ങനെ കൊന്നാൽ മതി. ഇപ്പോൾ ലെതറും അതിൻ്റെ കൂടെ ബീഫും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ലെതറും കാര്യങ്ങളും കിട്ടും. നമ്മൾ ഗായ്സ് രാത്രി ആയിക്കണം. രാത്രി ആകുമ്പോൾ നമുക്കിന്ന് കടന്നിറങ്ങണില്ല. ഇന്ന് ഗായ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് നമുക്കൊരു ഫൈറ്റ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, നമുക്ക് പശുവിനെ കൊന്നുകൊണ്ട് ലെതർ കിട്ടിയാൽ ലെതർ കൊണ്ട് നമ്മളിതാ ഇതേപോലത്തെ ആർമറും കാര്യങ്ങളും ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഫുള്ളൊന്നും ആയിട്ടില്ല. അതാകെ ഇത്ര തന്നെ ഉള്ളു. നമുക്കിതൊന്ന് ഇടാം. ഷീൽഡ് ഫസ്റ്റ് തന്നെ ഷീൽഡ് അവിടെ ഷീൽഡ് വെക്കട്ടെ. ഷീൽഡ് നമുക്ക് ഫയർ ക്രാക്കർ ഉണ്ടാക്കാം. നമ്മളടുത്ത് പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗൺ പൗഡർ പറയുന്ന സംഭവമുണ്ട്. നമുക്കിപ്പോൾ അവസ്ഥയില്ലെങ്കിൽ നമുക്കിതൊക്കെ പെടുത്തേക്കാം. നമുക്കിപ്പോൾ നൈറ്റ് ആയിക്കോണം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിനു. അതിലിതാ റൈറ്റ് ഇതിൽ ഞാൻ ഹംദു പ്രോ നോട്ട്ബുക്ക് പറഞ്ഞുകൊണ്ട് വെറുതെ എഴുതി വെച്ചിരുന്നു ഗായ്സ്. നമുക്കിത് ഗായ്സ് നമുക്കിത് ഇവിടെ വെക്കാം. ഞാൻ ആ നോട്ട്ബുക്ക് ഗായ്സ് അങ്ങനെ ഉണ്ടാക്കി ചോദിച്ചാൽ നോട്ട്ബുക്കും ഈ ഒരു ഫെദറും ആൻഡ് ഇങ്കസാക്ക് അറിയുന്നൊരു സംഭവമുണ്ട്. എവിടെ പോകും ഈ ഒരു സാധനം വെച്ചും കൊണ്ടാണ് ഗായ്സ് ഞാൻ അത് നോട്ട്ബുക്ക് ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചു തരാം അതിൽ എന്തൊക്കെ ഉണ്ടെന്നു. ബുക്ക് ഇതാ ഐസിൻ്റെ അടുത്ത് ഈ ഒരു സാധനം എൻ്റെ അടുത്തുണ്ട്. ഇങ്കസാക്ക് വെച്ചും കൊണ്ടാണ് ബുക്ക് ആൻഡ് ക്യൂലി അറിയണ എന്നൊരു സംഭവം ഉണ്ടായിക്കണ് ഞാൻ. ഇതിപ്പോൾ ഇപ്പോൾ തൽക്കാലം വേണ്ട. നമുക്കിതൊക്കെ ഇപ്പോൾ എടുത്തേക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഇതിടാം. ആൻഡ് ലഘുമത്തെ ഈ ഒരു സാധനം ഇടാം. എൻ്റെ കത്തി നമുക്ക് കത്തി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. നമ്മളടുത്ത് നമ്മളിപ്പോൾ ഇവിടെ നമ്മളിതിപ്പോൾ ഇങ്ങോട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് തലക്കാലം കൈ പിടിക്കാം. നമ്മൾ അടാര സാധനമായ ഈ കത്തി എടുക്കുക ഗായ്സ്. അങ്ങനെ എടുക്കുക വെച്ചു. അപ്പോൾ ഗായ്സ്, നമ്മളെന്നൊരു പൂര ഫൈറ്റിന് തയ്യാറായിക്കണം. വലിയ ആർമറില്ലെങ്കിൽ നമുക്കുള്ള ആർമർ കൊണ്ട് നമ്മൾ ഫൈറ്റിന് ഇറങ്ങാൻ നിൽക്കണം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയാണ്ട് ഹംദു ബ്രദർ ഫൈറ്റിന് ഇറങ്ങിക്കണം. നമുക്ക് മെല്ലെ ഫസ്റ്റ് തന്നെ നമുക്ക് സ്കെൽട്ടൻ തന്നെ തുടങ്ങാം. വരുന്നു നമ്മളേക്കായി നല്ല എന്തത് പൊട്ടി. ഗായ്സ്, നല്ല ഉന്നം സാധനങ്ങൾക്ക്. എൻ്റെ മുന്നേ വേണ്ടട്ടെ. ഞാൻ ഹെൽത്ത് നോക്കിയില്ല ഗായ്സ്. എൻ്റെ ഹെൽത്ത് പറ്റ കുറഞ്ഞിക്കണു. ഞാൻ ഹെൽത്ത് നോക്കണ്ടാണ് ഗായ്സ് ഫൈറ്റിന് പോയിക്കണ്. ക്രീപ്പർ വെച്ചാൽ എൻ്റെ ഇടയിൽ വന്ന് കണ്ട് പൊട്ടി. സ്കെൽട്ടനെ ഞാൻ പേടിച്ചാണ് അങ്ങോട്ട് തന്നെ ഞാൻ വരെ ഗായ്സ്. എൻ്റെ ഹാർട്ട് അറ്റാക്ക്
ക്രീപ്പറിനെ ഗൈസ് ഞാൻ കണ്ടില്ല. എൻ്റെ എടുത്തു വന്നും കണ്ട് പൊട്ടി. ഓഫ്, നമുക്ക് ഫുഡ് ഇങ്ങനെ തിന്നാം. നമ്മളടുത്ത് ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് ഉണ്ടെങ്കിൽ നല്ല ഗൈസ് നമ്മളടുത്ത് ബ്രെഡ് ഉണ്ട്. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ടോർച്ചൊന്നും വേണം. നമുക്ക് ടോർച്ചൊക്കെ ഒന്ന് നല്ല സ്കെലിട്ടന് സത്യം പറഞ്ഞ നല്ല പവറുണ്ട് ഗൈസ്. ഞാൻ വെറുതെ ഒന്ന് ഫൈറ്റിന് ഇറങ്ങിയത്. അപ്പേങ്ങനെ തന്നെ സ്കെൽട്ടനും ഞാൻ കണ്ടിട്ടില്ലേന്നു. മറ്റേ ക്രീപ്പർ അവിടെ ഉണ്ട്. അപ്പേങ്ങനെ ക്രീപ്പറും ചാടി വന്നു ഗൈസ്. ഇനി ഗൈസ് ഇനി നമ്മൾ വിട്ടു കൊടുക്കൂല. അത് ഗൈസ് ഒരു ക്രീപ്പർ ഉണ്ട് അവിടെ. സ്കെലിട്ടൻ ഉണ്ടോ മോനെ? ഇവിടെ എല്ലാം ഉണ്ട്. ഒരു അറ്റാക്ക് പൊട്ടില്ല ഗൈസ്. നമുക്കൊന്ന് അയ്യോ ടൈം മാറിപ്പോയി. അങ്ങനെയല്ലല്ലോ, നമ്മൾ ആ ടൈമിന് ചെന്നാൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല ഗൈസ്. നമ്മൾ സ്പൈഡർ ഉണ്ട്. സ്പൈഡർ അറ്റാക്ക് മീ, ഐ എം ഷീൽഡ് ഇൻ വില്ലേജ് ഗൈസ്. നമുക്ക് അത് നല്ലത് പറഞ്ഞു. ഓ ഗൈസ് 2 ക്രീപ്പർ. ഒന്നോ സോംബി. എന്നാലും നമ്മളെ വിട്ടെടുക്കും. നമ്മളെ ഹംദുപ്ര വിട്ടെടുക്കുക ഗൈസ്. ഹംദുപ്ര വരൊക്കെ കില്ല് കിട്ടാൻ ഒതുങ്ങോ. ഓ ഗൈസാണ് കുഴപ്പം. കറക്റ്റ് ടൈമിൽ ചെന്നില്ലെങ്കിൽ പൊട്ടും. നമുക്ക് കളിക്കാം. കാശുണ്ട്. ഓ ഗൈസ് അടുത്തതാ വരുന്നു. എൻ്റെ പേരിൻ്റെ അവിടെ വെച്ച് പൊട്ടിച്ച് ഞാൻ അയക്കൂല. എൻ്റെ ജീവൻ കളഞ്ഞാലും എൻ്റെ പേര് ഞാൻ പൊട്ടിക്കൂല. ഓ ഗൈസ് പൊട്ടി. എൻ്റെ പേരിൻ്റെ അടുത്ത് വരല്ലേ പുല്ലേ. എടാ പുല്ലേ, എൻ്റെ പേരിൻ്റെ അടുത്ത് പോ. ലാസ്റ്റ് അയൺ എൻ്റെ പേരിൻ്റെ അവിടെ വെച്ച് പോക്കും. മറ്റേ പൊട്ടെന്ന് ഓൻ്റെ വിചാരം. അതൊക്കെ പണ്ട്. ഇപ്പോഴൊന്നും നടക്കൂല കേട്ടോ. ക്രീപ്പർ സത്യം പറയാൻ നല്ല പവറാണ്. ഈ ഒരു ഗെയിമിൽ ഏറ്റവും വലിയ പേടി ക്രീപ്പറിനാണ്. പറയാൻ പറ്റൂല. ഇതിനും വലിയ മോൺസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ഈ ടൈമിന് വില്ലേജ് ഇറങ്ങി നടക്കുന്നു. ഓ ഗൈസ് നമ്മളെ സ്കെൽട്ടൻ നമുക്കൊന്ന് കൊന്നേ പറ്റുള്ളൂ. നമുക്ക് വീട്ടിൽ നിന്നാം. ആ സ്കെൽട്ടനെ നമ്മളെ പകുതി എടുത്താൽ നമുക്ക് ആ സ്കെൽട്ടനെ തന്നെ ഒന്ന് ഗൈസ് കൊല്ലാം. ഓ ഗൈസ് എന്തത് ഗൈസ് സോംബി. ഗൈസ് നമ്മൾ പാവാണ്. എൻ്റെ ഷീൽഡ് പൊട്ടിക്കല്ലേ ഗൈസ്. ഹെൽത്ത് ഇല്ല ഗൈസ്. പകുതി ചെയ്യുമ്പം നമ്മളെ ഓ ഗൈസ് കൊന്നു. ഗൈസ് നമുക്ക് അമ്പിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. നമുക്ക് അമ്പ് ഇങ്ങനെ കിട്ടണ്. നമുക്ക് വേഗം പോയി കടന്നു ഗൈസ്. അല്ലെങ്കിലും തുള്ളി ഹെൽത്ത് ഉള്ള നമുക്ക് വഹിക്കണം. അത്രയും നമ്മൾ കളഞ്ഞോക്കൂണി. നമുക്കിത് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ അമ്പ് കിട്ടിയാണ്. ആ ഒരു അമ്പ് കൂടി നമ്മളെടുത്തിട്ടുണ്ട്. ആ അമ്പ് ഈ അമ്പ് കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി ഹെൽത്ത് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ 1 2 അവിടെ നമുക്കിത് കൂടെ ഒന്ന് വെച്ചോക്കാം. ഇതാണ് ഗൈസ്. നമുക്ക് നമ്മളെ അമ്പിന് ഇപ്പോൾ ഇതാ തുള്ളി ജീവുണ്ട്. നമുക്ക് ആ ഉള്ള ജീവൻ കൊണ്ട് മതി. നമുക്കിപ്പോൾ തൽക്കാലം നമ്മളടുത്ത് ഉള്ള ആർമർ അവിടെ നമുക്കുള്ള ആർമർ ഇതുമ്മ വെക്കണം. നമ്മളിത് കൈ പിടിച്ച് നടക്കാറില്ല. എപ്പോഴെങ്കിലും ഒക്കെ എടുക്കൽ നമ്മളെ ഹെൽമെറ്റ് ആൻഡ് ബോട്ട് ദെൻ ഷീൽഡ്. ഓ എന്ത് തൊച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ കടന്നിറങ്ങാം. ഓ യു മേ നോട്ട് റെസ്റ്റ് നോ ദെയർ ആർ മോസ്റ്റ്. അപ്പോൾ ഗൈസ് ഈ സ്പൈഡറും സോംബിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. അതാണ് കുഴപ്പം. പണ്ടൊന്നും കൂട്ട വെക്കും നോക്കാം ഗൈസ്. നമുക്ക് ഈ ബീഫ് നമ്മളടുത്ത് എത്ര ഉണ്ടാവണം അത്രയും ലൈഫ് കൂട്ടാം. ഈ സാധാ നമ്മളെന്താണ് പറയുക മട്ടനാണ്. മട്ടൻ തിന്നണേക്കാൾ നല്ല ബീഫ് തിന്നണതാണ്. ഇതാ ഇതിനേക്കാൾ നല്ലത് ബീഫ് തിന്നണമെന്ന് ഗൈസ്. ഇതാണ് ഗൈസ് കുഴപ്പം. ഇവരിനെ നോക്കി നിൽക്കുകയാണ്. അതൊക്കെ കൊല്ലണം എന്നുണ്ടാളാ. എപ്പോഴാ കൊല്ലാറില്ല. പുറത്തേക്ക് ഇറങ്ങിയതാ ആരെങ്കിലും ഇപ്പോഴും കയറി വരും. ഞങ്ങളാ നോക്കി പഠിപ്പിച്ചേ. എനിക്കൊന്ന് കടന്നുറങ്ങാൻ വെക്കണില്ല ഗൈസ്. ബെഡ് ടു ഫാറിങ്ങും ഗൈസ് നമുക്കൊന്നും ഉറക്കില്ല. റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ആവണില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നാലോ. ഇതുമ്മേ ഒന്നുമേ കടക്കാൻ വെക്കണില്ല ഗൈസ്. ഒക്കെ ഇത് ഈ മോൺസ്റ്റേഴ്സാണ് കുഴപ്പം. നമുക്ക് ഷീൽഡ് എടുക്കട്ടെ. ഷീൽഡ് നമുക്ക് ഇത് മാറ്റാവില്ല. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഷീൽഡ് റെഡി ആവുള്ളൂ. അയൺ സ്ക്വാഡിൽ കുറച്ചുകൂടി എനർജി കിട്ടുള്ളൂ. ഒന്നും
ടച്ച് ചെയ്തോട്ടെ. ജയിക്കൂല ഗായ്സ്. ഓറെ കൊല്ലേണ്ട ഒരൊറ്റ കുട്ടി മാറി തരൂല. ആ വരൂ. എന്തത്? നമ്മൾ കുറച്ച് എക്സ്പെർട്ടാണ്. ഓ ഗായ്സ് എന്ത് സംഭവം? ഓ ഗായ്സ് സ്ഥലത്തിന് കൊന്നു. സോമിനെ പിന്നെ സിമ്പിളാ. ഓ അപ്പേക്കിനും ഇതാ ഗായ്സ് അടുത്ത മൂപ്പരാൾ വന്നു. ഓ ഗായ്സ് ചത്തു. നമ്മൾ ചത്താലും മുട്ടെടുക്കൂല. ഹംദുപ്രോ വിടും നിങ്ങൾ. ഓ ഗായ്സ് അടുത്ത സോംബി ആയിരുന്നു. നമുക്ക് ഹെൽപ്പില്ല ഗായ്സ്. പ്ലീസ് ഒന്നെങ്കിലും ഇറങ്ങാൻ സമയൊക്കെ. ഓ ഗായ്സ് നമ്മൾ കടന്നു. ആ ഗായ്സ് നമ്മൾ കടക്കാൻ നിൽക്കുന്നില്ല. അപ്പേക്കിനും വരുമ്പോൾ വന്നുകൊണ്ട് അറ്റാക്കിയാണ് ഗായ്സ്. ഇനി ചാവ മക്കളെ. നിങ്ങളല്ലേ എന്നെ കൊല്ലാൻ നോക്കണ്. ഞാൻ ചങ്ങായിമാർ കടന്ന് ചാവട്ടെ. നമുക്കൊന്ന് മണ്ടി നോക്കാം. ഹായ് സോംബി ചേട്ടാ, സുഖല്ലേ? ആ ചത്തു. ഈ സ്പൈഡറിനേക്ക് നല്ല പകൽ നമുക്കൊന്ന് കൊടുക്കാം. നമ്മളെ ഓ എന്തോ ഒന്നുമല്ലോ പൊട്ടിട്ടില്ലല്ലോ. എന്തൊരു പൊട്ടിയ പോലെ ഗായ്സ്. നമുക്ക് ഇവിടെയൊക്കെ ഗായ്സ് നമുക്ക് കുറേ ഫില്ല് ചെയ്യണം ഗായ്സ്. നമ്മളെ വില്ലേജ് മൊത്തം നമ്മൾ കൊടിയാക്കില്ല. മറ്റേ ചങ്ങായിമാർ ഗായ്സ് മൊത്തം പൊട്ടിച്ചൊന്ന് കൊളായിക്കും. അപ്പോൾ ഗായ്സ് ഞാൻ പ്രത്യേകിച്ചൊന്ന് വീഡിയോ അറിയണ നിങ്ങൾക്ക് ഞാൻ ഫൈറ്റ് കാണിച്ചു തരാൻ പറഞ്ഞു കണ്ടാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു വീഡിയോ ഇല്ലെങ്കിലും നമ്മൾ ഗായ്സ് മുതൽ നമ്മൾ ഗെയിമിൽ നമ്മൾ തുടങ്ങും. നമുക്ക് ക്രീപ്പറിനെ കൂടി കൊന്നും കണ്ട് നമുക്ക് ഗെയിം അവസാനിക്കാം. മക്കളെ എൻ്റെ പേരനോടൊന്ന് പൊട്ടല്ലേ പ്ലീസ്. അപ്പോൾ ഗായ്സ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗെയിമിനെ കളിക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പറഞ്ഞെല്ലാം ചെയ്യാം. എന്നാൽ ബൈ.